എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ മാഷെ? അറിയാവുന്നത് എന്താണെന്ന് വെച്ചാ അതിങ്ങോട്ട് പറഞ്ഞാ പോരെ. പറ വിശ്വ, അനിയൻ എവിടെയാ? എനിക്കറിയത്തില്ല സാറേ. വിനായക? അറിയില്ല സാറേ. മാഷെ, നിങ്ങളോട് ഇതേ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. വരുണിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വിക്രം നിങ്ങളുടെ വീട്ടിൽ വന്നില്ലെന്നാണോ? അവൻ കൊലപ്പെടുത്തിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടോ? മാഷെ, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ കയറി ഇങ്ങോട്ട് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വേണ്ട, മനസ്സിലായല്ലോ? അവനോട് വന്നിട്ടില്ല സാറേ. അവനെ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് അങ്ങോട്ട് സമ്മതിച്ചാ ഞങ്ങൾക്ക് പോയി തെരഞ്ഞു പിടിക്കാൻ എളുപ്പമായി. അല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതനുസരിച്ച് നിങ്ങളും കഷ്ടപ്പെടും. അത് വേണോ വിനായക? അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ട ആളുകളുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും കണ്ടവരുണ്ട്. നിങ്ങൾക്കറിയാത്ത ഓരോ ഒളിത്താവളത്തിലും അവൻ കയറി ഒളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സമയം മെനക്കെടുത്താതെ പറ മാഷേ, അവൻ എവിടെയുണ്ട്? അവൻ വീട്ടിൽ വന്നതും പോയതും സത്യമാണ്. പക്ഷേ അവനല്ല അത് ചെയ്തതെന്ന് എന്നോട് ഏറ്റു പറഞ്ഞിട്ട് അവൻ പോയത്. അവനത് ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആരെ പറ്റിയാണോ താനീ വാദിക്കുന്നത്? എത്ര കേസുകൾ അവനെതിരെ ഈ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക്? എന്നിട്ട് ഒന്നിൽ പോലും കോടതി അവനെ ശിക്ഷിച്ചില്ലല്ലോ സാറേ. എന്താ? ശരിയാണ്, എന്റെ മകൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വൈകിട്ടാ. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി അവന്റെ മേൽ ചാർത്തി കൊടുത്ത പട്ടം ഞാൻ അങ്ങ് അംഗീകരിക്കണം. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് എന്നോട് പറയുമായിരുന്നു. പകരം അവനല്ലെന്നാ പറഞ്ഞത്. എന്നോട് അവൻ നുണ പറയില്ല. നിങ്ങൾ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് അവൻ ക്ലബിൽ ക്യാരംസ് കളിക്കുമായിരുന്നു. അതിന് സാക്ഷികളുമുണ്ട്. ഓഹോ, അപ്പോ താൻ സാക്ഷികളെയൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? സത്യത്തിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നവർക്ക് ഒന്നും കൃത്രിമമായി സംഘടിപ്പിക്കേണ്ട സാർ. സത്യത്തിന്റെ നുണ സത്യം മാത്രമായിരിക്കും. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല. വാഴോ മോശെ, ഞാൻ പറയുന്നു തന്റെ മകനാണ് ഇത് ചെയ്തത്. അവൻ വരുണിനെ കൊന്ന് ഒളിവിൽ പോയി. അവനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അവന്റെ അച്ഛനും ചേട്ടന്മാരും. സകല എണ്ണത്തിനെ ഞാൻ അകത്താക്കും. കാണണോ എനിക്ക്? സാറേ വേണ്ട, കിടന്ന് മോങ്ങാതാ വിശ്വം. ഇയാളൊരു ചുക്കും ചെയ്യില്ല. ആ വാസവന്റെ മകനെ കൊന്നത് ആരാണെന്ന് കോടതിയിൽ തെളിയുന്നത് നമുക്ക് കാണാം. ഏതൊക്കെയോ എംബോക്കയുടെ കയ്യിൽ നിന്ന് നാണം കെട്ട് കാശ് വാങ്ങി എന്റെ മകന്റെ പേരിൽ കൊലപാതക കുറ്റം ചേർത്ത് കെട്ടാൻ നോക്കുന്ന തന്നെ പോലുള്ള പോലീസുകാരാ കോടതിയിൽ തലകുറിച്ച് നിൽക്കാൻ പോകുന്നത്. അല്ലാതെ ഞാനും എന്റെ മക്കളും അല്ല. അയ്യോ, ഇത് പോലീസ് സ്റ്റേഷനാ. കാക്കിയിട്ട പോലീസുകാരനാ. അത് അറിഞ്ഞു വായാടിയാ മതി കേട്ടോ. മാഷെ, സന്തോഷേ സാർ, ഇവരെ അകത്ത മുറിയിലാക്ക്. എനിക്കൊന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്യണം. പാടോ ചെല്ല്, ഞാനൊന്ന് വാമപ്പ് ചെയ്തിട്ട് വരാം. അയ്യോ, ഇതെന്താ പറ്റിയത്? എന്താ വേദനിക്കുന്നുണ്ടോ? ഇപ്പൊ വേദന മാറും കേട്ടോ. വേദന കാരണം എഴുന്നേറ്റതാണോ അതോ എന്തെങ്കിലും സ്വപ്നം വല്ലതും കണ്ടോ? ഞാൻ വീട്ടുകാരെ പറ്റി ഓർത്തു. അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആരും വിടില്ല, അത് ഉറപ്പാ. അതേക്കുറിച്ച് ഇവിടെ കിടന്ന് ഓർക്കണം. ഈ രാജ്യത്തൊരു നിയമ സംവിധാനം ഇല്ലേ? നമുക്ക് അതുവഴി നോക്കാന്നേ. അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നിയമം വഴി പോരാടിയിട്ട് എന്ത് കാര്യം? ഇപ്പോഴത്തെ അവരുടെ പ്രധാന പ്രശ്നം എന്നെ കിട്ടാത്തായിരിക്കും. അതിനുള്ള ഫലം മുഴുവൻ എന്റെ വീട്ടുകാർ അനുഭവിച്ചു തീർക്കേണ്ടി വരും. വിക്രം കുറെയൊക്കെ ആലോചിച്ചുണ്ടാക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ. വാർത്തകൾ അറിയാൻ പറ്റാത്ത കാലമൊന്നും അല്ലല്ലോ. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. എന്തായാലും വിക്രത്തിന്റെ ഫോൺ ഉപയോഗിക്കണ്ട. എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ഹലോ ഇഷിത. നിന്റെ ആൾ ഇവിടെ കിടന്ന് കെട്ടുപിടിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊടുക്കാം. വേദ. ഹലോ വിക്രം, എന്താ പ്രശ്നം? അത് ഞാനൊരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അത് ഒരു മൈതാനത്തിന് നടുക്ക് അച്ഛനാരോ കെട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും ആളുകളുണ്ട്. അവർ അച്ഛനെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത് ശരിയായിരിക്കാം, പക്ഷെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്കറിയാലോ, വാസവൻ കലിതുള്ളി നടക്ക്. എന്നെ കിട്ടാത്തതിന്റെ ചുരുക്കം മുഴുവൻ അയാളുടെ കുടുംബത്തോട് തീർക്കും. പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛനെ നാണം കെടുത്തിയാലേ എന്നെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. വിക്രം വിഷമിക്കാതിരിക്കുക, ഞാൻ അന്വേഷിക്കാം. ഒന്ന് വീട് വരെ പോകാൻ പറ്റുമോ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്നേ. തൽക്കാലം അവിടെ വിശ്രമിക്കുക. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാം. വേഗം വേണം. എത്രയും വേഗം വിളിക്കാം. മോളെ. അമ്മേ. മോളെ. അമ്മേ കരയല്ലേ അമ്മേ? എന്തിനാ മോളെ നീ ഇവിടുന്ന് പോയത് ഈ സമയത്ത്? അമ്മയുടെ അടുത്ത് മോളുണ്ടായിരുന്നെങ്കിലെന്ന് തോന്നുന്നു അമ്മയ്ക്ക്. ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടെന്ന് കരുതിക്കോളൂ അമ്മേ. വേദ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അവനെ പറ്റി നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ മോളെ? മാഷ് പറയണത് അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടായിരിക്കുമെന്ന്. അങ്ങനെയാണോ മോളെ? ആവോ അമ്മേ, വിക്രത്തിനൊന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്ക് എന്ത് ധൈര്യം മോളെ? എന്റെ മനസ്സിന് ധൈര്യം കിട്ടണമെങ്കിൽ അവന് മോളും എന്റെ അടുത്ത് ഉണ്ടാവണം. ഇനി അതൊരിക്കലും നടക്കില്ലല്ലോ. നിന്നെ കാണാൻ വന്ന അന്ന് തിരിച്ചു വന്നപ്പോ മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നീ അധികകാലം അവിടെ നിൽക്കില്ലാന്ന്. ശരിയാണോ മോളെ? നീ തിരിച്ചു വരുമെന്ന് ഉറപ്പാണോ? പറ മോളെ. ആദ്യം വിക്രത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ, എന്നിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് തീർന്നാൽ ഞാൻ വരും, ഉറപ്പായും വരും. നീ പറഞ്ഞത് സത്യല്ലേ മോളെ? അമ്മയെ വെറുതെ പറ്റിക്കല്ലോ. അല്ലമ്മേ, പക്ഷെ ഈ കാര്യം അമ്മ ഞാൻ മാത്രമേ അറിയാവൂ. ആരോടും അമ്മ ഇത് പറയരുത്. ഇല്ല മോളെ, പക്ഷെ എന്റെ മാഷിനോട് ഞാനിത് പറയും, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ആയിക്കോട്ടെ, അച്ഛൻ ഇവിടെയുണ്ട്. ഞാൻ അതോർത്ത് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാ മോള് വിളിച്ചത്. എന്ത് വെച്ചമ്മ? ഇന്നലെ രാത്രി സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു. അച്ഛനോടും വിഷ്ണുനോടും വിനായകനോടും ഇന്ന് രാവിലെ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇറങ്ങാറായില്ലെന്ന് ചോദിച്ച് ആ SI രാവിലെ വീണ്ടും വിളിച്ചു. അപ്പൊ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചു നോക്കിയില്ലേ? ശ്രീജി ഞാനും നന്ദിനെ കുറെ തവണ വിളിച്ചു, എടുക്കുന്നില്ല മോളെ. അമ്മ പേടിക്കണ്ട, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആ എസ് ഐ ഒരു വൃത്തികെട്ടവനാ. അതേ ഉള്ളൊരു വിഷമം. ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്നാലും മോള് വിളിച്ചല്ലോ, അത് തന്നെ അമ്മയ്ക്ക് വലിയ സമാധാനം. അമ്മയുടെ ശബ്ദം കേൾക്കണമെന്ന് എനിക്കും തോന്നി, അതാ വിളിച്ചത്. ശരി അമ്മ, ഞാൻ സ്റ്റേഷനിലേക്കൊന്ന് വിളിക്കട്ടെ. ഹലോ വേദ, ദർശൻ എവിടെയുണ്ട്? എനിക്ക് നാളെ ഹൈക്കോർട്ടിൽ ഒരു കേസുണ്ട് എറണാകുളത്ത്. ഇന്ന് തന്നെ പോകുന്ന കരുതി. അത് രാവിലെ ഡ്രൈവ് ചെയ്യണ്ടല്ലോ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ദർശൻ ഒന്ന് സഹായിക്കൂ. എന്താ പറയൂ. ദർശന ഇൻസ്പെക്ടറുടെ വൈരാഗ്യം അറിയാലോ. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താൻ ധൈര്യമായിട്ടിരിക്കും. വേറെ ഒന്നുമില്ല. ഇല്ല. അല്ല, കോടതി പോക്കൊക്കെ നിർത്തിയോ? ഇല്ല. ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസില് പുനരന്വേഷണം നടക്കുവല്ലേ. തൽക്കാലം വേറൊന്നും ഏറ്റിട്ടില്ല. അതാ. പ്രൊഫഷൻ മുടക്കണ്ട. വേദയുടെ ഒരു വലിയ കരിയറാണത്. ശരി അച്ഛാ, അയാൾ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ അച്ഛാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൻ കാരണം ഇപ്പൊ നമ്മളാണല്ലോ അടി വാങ്ങേണ്ടി വരുന്നത്. അവൻ കാരണം? അയ്യോ അതല്ല അച്ഛാ, അവനോടുള്ള വൈരാഗ്യം കാരണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വൈരാഗ്യം വളർത്തിയെടുക്കാൻ നിന്നാൽ കഴിയുന്നതെല്ലാം നീയും ചെയ്തിട്ടുണ്ടല്ലോ. ഓരോരുത്തരായിട്ട് വിളിക്ക്. പാടോ വരാൻ കൊണ്ടുപോടോ. എവിടെ ഉണ്ടാ അവൻ? എനിക്കറിയില്ല സാറേ. ഇരിക്കടാ, ഇരിക്കടാ. പറയടാ, നീ എവിടെയാന്ന് പറയടാ. സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. അവനൊന്നും ചെയ്യില്ലേ? വിനായക സാറേ, അവനൊന്നും ചെയ്യരുതേ. സാറേ, തെറ്റൊന്നും ചെയ്തില്ല. അറിയില്ല സാറേ. അവനൊന്നും ചെയ്യല്ലേ. വിനായക, വിനായക, എന്റെ മക്കളെ തല്ലരുത്. പറയണേ. വിനായക, സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. വിനായക, അയ്യോ, വിനായക, വിനായക, വിനായക. വിനായക, സാറേ, അവനെ തല്ലരുതെന്നാ പറഞ്ഞത്. സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. വിനായക, വിനായക, അയ്യോ, വിനായക, വിനായക. സാറേ, അവനത് ചെയ്യരുത്. വിനായക, പറയടാ, പറയടാ, പറ. സാറേ, വേണ്ട സാറേ, മതി സാറേ. സാറേ, മോനെ ഒന്ന് ചെയ്യരുത്. വിനായക, മതി സാറേ. സാറേ, അയ്യോ സാറേ, മോനൊന്ന് ചെയ്യരുത്. സാറേ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. മോനൊന്ന് ചെയ്യരുത്. ഇങ്ങോട്ടാ വിനായക. വേണ്ട സാറേ, വേണ്ട സാറേ. മതി സാറേ. എന്റെ മോനൊന്ന് ചെയ്യരുത്. കുറക്ക്. സാറേ, ബസ്. ഇവനെ എടുത്തോണ്ട് പോടോ. പ്ലീസ് സാറേ, സാറേ, മതി എന്ന് പറയാം സാറേ. അവനൊന്ന് ചെയ്യരുത്. പുറ സാറേ പോലെ. സാറേ, വിനായക, 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 വിനായക. വിനായക, വിനായക, വിനായക. ആ വിശ്വനെ വിളിക്കണോ. ഇവിടെ ഇരിക്ക്. ആ വാതിൽ അടയ്ക്ക്. എവിടെയാണ് നിന്റെ അനിയൻ? എനിക്ക് അറിയത്തില്ല സാറേ. നിനക്ക് അറിയില്ലേ? അറിയില്ല. അയ്യോ, വിഷു, വിഷു. പറയാൻ. അവനൊന്നും ചെയ്യല്ലേ. എവിടെയെന്ന്? വിടാ. പറയടാ, പറയടാ, പറയാൻ, പറയടാ. എടോ, പറയാൻ. എവിടെയാണ് നിന്റെ അനിയൻ? എവിടെന്ന് പറയടാ. ഇല്ല സാർ, എനിക്ക് അറിയത്തില്ല സാർ. എടാ, പറയാൻ. കൊണ്ടുപോടോ. അച്ഛാ അച്ഛാ അയ്യോ, അച്ഛാ, 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 എന്നെ ഒന്നും ചെയ്തില്ല അച്ഛാ. എന്നൊന്നും ചെയ്തില്ല, എന്നൊന്നും ചെയ്തില്ല അച്ഛാ. എന്നൊന്നും ചെയ്തില്ല. വിക്രം അത് ചെയ്തിട്ടില്ല. ഒരിക്കലും വിക്രം അത് ചെയ്യില്ല. ഇല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. ഞാൻ ഇനി എന്റെ ജീവിതം ഹോമിക്കാൻ പോകുന്നില്ല, ഉറപ്പ്. വിക്രമനെതിരെ ഒരു അവസരം കിട്ടിയപ്പോ എല്ലാ ക്ഷുദ്ര ജീവികളും കൂടി ഒരുമിച്ച് ഇറങ്ങിയിരിക്കുക. അവനുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്പെക്ടർ ഇതിന് മുതിരുമായിരുന്നു.